ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 92, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ഭക്ത്യാസ്താവൻ കലൗ സുദ്രുമമിളഭുവി പദോ ഭൂരിശസ്ത്രചോച്ചൈഃ കാവേരീം താമ്രപർണീമനുകിലത്കൃതമാലാം ച പുണ്യാം പ്രതീചിം ഹാമാമേപ്യത്തദന്തുർഭവമഭീച്ച വിഭോ കിഞ്ചിദഞ്ജദ്രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയാതുന്നിഷേവാം. അന്വയം അർത്ഥം. വിഭോ ഭഗവൻ, കലൗ താവൻ കലിയുഗത്തിലാകട്ടെ, ഭക്ത്യാസ്യു ഭക്തന്മാർ ഉണ്ടാകും, തഥാ അതിലും പ്രത്യേകിച്ച്, ദ്രമിളഭുവി ദ്രമിള നാട്ടിൽ, പൂരുഷക കൂടുതൽ ഉണ്ടാകും, തത്രച അതിനേക്കാൾ, കാവേരി കാവേരിയെയും, താമ്രപർണിയും താമ്രപർണി നദിയെയും, കൃതമാലാഞ്ച കൃതമാലാ നദിയെയും, പുണ്യാം പാവനമായ, പ്രതീതിയും പടിഞ്ഞാട്ടൊഴുകുന്ന ഭാരതപ്പുഴയെയും, അനു സന്ധിക്കുന്നിടത്ത്, ഉച്ചൈക്കില ഉച്ചത്തിൽ അധികമായി ഉണ്ടാകുന്നു, ഹ ആശ്ചര്യം, ഏതദന്തർഭവം ഇതിൽപ്പെടുന്ന ദേശത്തെ, അഭീച്ച ജനിച്ചവനും, തൊയ് അങ്ങയിൽ, കിഞ്ചിത് അഞ്ജദ്രസം കുറച്ചു ഭക്തി ഉണ്ടായവനായ, മാമവി എന്നെയും, ആശാഭാഷ ആശകളാകുന്ന കയറുകൾ കൊണ്ട്, നിബധ്യ കെട്ടിയിട്ട്, ന ഭ്രമയ മോഹിപ്പിക്കരുതേ, തന്നിഷേവാം എൻ്റെ അങ്ങേക്കുള്ള സേവം പൂരയ പൂർണ്ണമാക്കിയാലും. ഹരിവും. സാരം: കലിയിൽ ഭക്തന്മാർ എല്ലായിടത്തും ഉണ്ടാകും. മറ്റുള്ളിടത്തേക്കാൾ ദ്രാവിഡ നാട്ടിൽ കൂടുതലായി ഉണ്ടാകും. അതിലും കൂടുതലായി കാവേരി, താമ്രപർണി, കൃതമാല, ഭാരതപ്പുഴ എന്നീ നദികളുടെ തീരത്തെ ഭക്തന്മാർ ഉണ്ടാകും. ഈ നദികളിലെ ജലം പാനം ചെയ്താൽ ഭക്തന്മാരായിത്തീരും. ഭാഗ്യം കൊണ്ട് ദ്രമിളദേശത്ത് ജനിച്ചവനും അല്പം ഭക്തിയുള്ളവനുമായ എന്നെയും അങ്ങ് രാഗാദി പാശങ്ങൾ കൊണ്ട് കെട്ടി വ്യാമോഹിപ്പിക്കരുതേ. ഹരിവു. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കുലിമവകരുണാം പ്രാഗ്മഹീക്ഷിത് പരീക്ഷിത്തന്തും വ്യാകൃഷ്ടഖഡ്ഗോ വിനിഹതവാൻ സാരവേദി ഗുണാംശാൽ തുൽസേവാദ്യാശു സിദ്ധേദസദിഹ തഥാ തത്പരേ ചൈഷഭീരൂരുത്യ പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷൈനം. അന്വയം അർത്ഥം. പ്രാഗ് പണ്ട്, മഹീക്ഷിത് രാജാവായ, പരീക്ഷിത് പരീക്ഷിത്ത്, അപകരുണം കാരുണ്യമില്ലാത്തവനും, ധർമ്മദ്രൂഹം ധർമ്മദ്രോഹിയുമായ, താം ആ കലിം കലിയെ, ദൃഷ്ട്വ കണ്ടിട്ട്, ഹന്തും കൊല്ലുന്നതിന്, വ്യാകൃഷ്ടഖഡ്ഗ അഭി വാളുറയിൽ നിന്നൂരിയെങ്കിലും, സാരവേദി തത്വമറിയുന്നവനായിട്ട്, ഗുണാംശാൻ ഗുണാംശം ഉള്ളതുകൊണ്ട്, ന വിനിഹതവാൻ കൊന്നില്ല, ഇഹ ഈ കലിയുഗത്തിൽ, തൽസേവാദി അങ്ങയുടെ സേവ മുതലായവ, ആശു വേഗം, സിദ്ധേത് ഫലവത്താകും, അസത് അസത്തായ കർമ്മം, വീരൂച്ച
ഭീരുവാകുന്ന പ്രാഗ്യവ മുമ്പ് തന്നെ രോഗാദികളാൽ അപഹരതി ജനങ്ങളെ അപഹരിക്കുന്നു. യത്തൂഹ യാതൊന്നാകട്ടെ കഷ്ടം തത്ര ആ വിഷയത്തിൽ ഏനം ഇവനെ ശിക്ഷിച്ചാലും. സാരം: പണ്ടൊരിക്കൽ അഭിമന്യുപുത്രനായ പരീക്ഷിത്തെ ഗോരൂപധാരിയായ ധർമ്മത്തെ കലി താടിക്കുന്നത് കണ്ട് അവനെ വധിക്കാൻ വാൾ ഉറയിൽ നിന്നൂരിയെങ്കിലും കലിയെ കൊന്നില്ല. കലി ദോഷമുള്ളവനെങ്കിലും ഗുണവും അവനിലുണ്ട്, അത് ഭക്തന്മാർക്ക് പ്രയോജനപ്പെടും എന്ന് രാജാവ് അറിഞ്ഞിരുന്നു. കലിയിൽ അർച്ചന, നാമസ്മരണം തുടങ്ങിയവ ചെയ്യുന്നവർക്ക് പാവനഫലം കിട്ടും. തെറ്റ് ചെയ്താലേ ദോഷഫലം കിട്ടുകയുള്ളൂ. ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവരെ കലി പലതരത്തിൽ പീഡിപ്പിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ പ്രയത്നിക്കും. ഭക്തന്മാരെ കലിയിൽ നിന്ന് മോചിപ്പിക്കാനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.